പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിന് വേണ്ടി എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ സഹകരണത്തോടെ ഓൾ കേരള കോളേജ് അലുമിനി ഫെഡറേഷൻ വളണ്ടിയർ ഗ്രൂപ്പ് ധനസമാഹരണത്തിന് യുഎഇയിൽ തുടക്കം കുറിച്ചു. കേരളത്തെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച യുഎഇ സർക്കാരിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു ധനസമാഹരണം നടക്കുന്ന കേന്ദ്രങ്ങളിൽ അക്കാഫ് വളണ്ടിയർമാർ എത്തിയത്. അക്കാഫ് വോളണ്ടിയേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അപ്രൂവൽ കിട്ടിയ ഒരു വോളണ്ടിയേഴ്സ് ഗ്രൂപ്പാണ്. നമ്മൾ റെഡ് ക്രസൻറ്റുമായിട്ട് ചേർന്നാണ് ഇപ്പോഴത്തെ കേരള ഫ്ലഡ് റിലീഫിൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിനി 29 മാളുകളിൽ 29 ബോക്സ് വയ്ക്കാൻ പോവുകയാണ്. അത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനായിരിക്കും. നമ്മൾ ഏകദേശം 2 to 3 മില്യൺ ഈ ഒരു ക്യാമ്പയിനിൽ നിന്ന് കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്തോട് കേരളം കാണിക്കുന്ന നന്ദി പ്രകടനം കൂടിയാണിതെന്നും അക്കാഫ് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ മാളുകളിലും നമ്മൾ വോളണ്ടിയേഴ്സിനെ നിർത്തി ഒരു അവയർനെസ് ഉണ്ടാക്കി മാക്സിമം ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകളിലെ മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. അവരെല്ലാവരും വളരെ ആക്റ്റീവായി വളരെ ആത്മാർത്ഥയോടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ നാട്ടിലേക്ക് അയച്ചു. അത്യാവശ്യം ഉണ്ടായിരുന്ന സാധനങ്ങൾ പലർക്കും അയക്കാൻ പറ്റി. അതുപോലെ തന്നെ പല കോളേജുകളിൽ നമുക്ക് റിക്വസ്റ്റ് വന്നതിനനുസരിച്ച് ഇവിടുന്ന് ഒത്തിരിയധികം സാധനങ്ങൾക്ക് നമുക്ക് അയക്കാൻ പറ്റി. ഇനിയിപ്പം നമ്മൾ ഫണ്ട് ശേഖരണത്തിലാണ്. കേരളത്തെ സഹായിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കുമെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് സൊസൈറ്റി ദുബായ് ചാപ്റ്റർ മാനേജർ മുഹമ്മദ് അബ്ദുള്ള അൽഹജ് അൽ സറൂണി പറഞ്ഞു. അക്കാഫ് വളണ്ടിയർ ഗ്രൂപ്പ് ഭാരവാഹികളായ പോൾ ടി ജോസഫ്, വെങ്കിട്ട് മോഹൻ, ജൂബി കുരുവിള, എസ് ദീപു എന്നിവർ ഉദ്ഘാടന പരിപാടികളിൽ സംബന്ധിച്ചു.